വെൽക്കം ടു ദ ചെസ് വ്ളോഗ്. അപ്പോൾ ഇന്ന് ഞാനിപ്പോൾ സമയം എന്ന് പറഞ്ഞാൽ വൈകുന്നേരം 4:15 അപ്പോൾ എൻ്റെ കുഞ്ഞിനെ വിളിക്കാനായിട്ട് പോകാനായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുക. അതായത് മോളുടെ ബസ് വരാൻ സമയമായി. 4:15 ആകുമ്പോഴേക്കും നമുക്ക് ഇവിടെ വരും. മോൾ LKG പഠിക്കുന്നത്. അപ്പോൾ അവളെ വിളിക്കാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. അപ്പം വീട്ടിലിപ്പോൾ ആരുമില്ല, ഞാനും കുഞ്ഞും ആവാം. എനിക്ക് 2 മക്കളാട്ടോ. ഒരു 5 മാസമുള്ളൊരു കുഞ്ഞുണ്ട്, ഒരു ആൺകുട്ടിയാണ്. പിന്നെ മൂത്തത് മോളാണ് കേട്ടോ. അപ്പോൾ അവൾ LKG പഠിക്കുന്നത്. അപ്പോൾ കുഞ്ഞുമാവ് ഇവിടെ ഒറ്റയ്ക്കുള്ളൂ. അപ്പോൾ അവൻ കിടന്ന് ഉറങ്ങുകയാണ്. അപ്പോൾ അതുകൊണ്ട് വീട്ടിൽ ആരും ഇല്ലാത്തത് കൊണ്ടിട്ട് മോളെ വിളിക്കാനായിട്ട് റോഡിൽ പോകണം. അപ്പോൾ റോഡിലേക്ക് പോകാൻ പറ്റുന്നില്ല. ഞാനിവിടെ രണ്ടും, അതായത് അവളുടെ ബസ് വരുമ്പോഴേക്കും നല്ലതായിട്ട് മ്യൂസിക് പാട്ടൊക്കെ ഇട്ടിട്ടാണ് വരുന്നത്. നല്ല സൗണ്ടാണ്, നമ്മുടെ വീട്ടിൽ നിന്ന് നമുക്ക് കേൾക്കാൻ പറ്റും. ഒരു വീട് അകലെയാണ് റോഡ്. അപ്പോൾ അവിടെ ചെന്നാൽ അവളെ വിളിക്കാൻ പറ്റും. പക്ഷേ വീട്ടിൽ കുഞ്ഞുമാവ ഒറ്റയ്ക്കുള്ളത് കൊണ്ടിട്ട് ഞാനിങ്ങനെ നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് തന്നെ, ഇതാണ് മുറ്റം, നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് തന്നെ നിൽക്കുവാണ്. കാര്യം നമുക്ക് വീടിൻ്റെ മുറ്റത്ത് തന്നെ നിന്നിട്ടുണ്ടെങ്കിൽ അവളുടെ വണ്ടി വരുന്ന സൗണ്ട് നമുക്ക് കേൾക്കാൻ പറ്റും. എൻ്റെ വീഡിയോസ് നിങ്ങളുടെ സപ്പോർട്ട് വേണം കേട്ടോ. നമ്മൾ ചെറിയ ചാനലൊക്കെയാണ്. അപ്പോൾ ഗൈസ്, എൻ്റെ കുഞ്ഞ് ഉണർന്നിട്ടുണ്ട്. അപ്പം മൂത്ത കുട്ടി വരുന്നതിന് മുന്നേ തന്നെ ഞാൻ എന്താ പറയുക, അവനെ എടുത്തുകൊണ്ട് പോകേണ്ട ഗതികേടാണ്. അപ്പോൾ കുഞ്ഞ് ഉറക്കമായിരുന്നു ഇത്ര നേരം. പക്ഷേ അവൻ എണീറ്റിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം പോയി അവനെ പോയി എടുക്കട്ടെ കേട്ടോ. എന്നിട്ട് ഇനി അവനുമായിട്ട് വേണം റോഡിൽ പോയി ദീക്കുട്ടിയെ വിളിക്കാനായിട്ട്. സുന്ദരമാ 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 സുന്ദരമാ. ഹലോ ഗൈസ് പറഞ്ഞേ. ഹലോ ഗൈസ്, ഇതാണ് എൻ്റെ തമ്പുരു. നോക്കിയ മോനെ, നോക്കിയിടാ. ചേച്ചി വരുന്ന സമയപ്പോൾ എഴുന്നേറ്റില്ലേ. അപ്പോൾ ഞങ്ങൾ അവളെ വിളിച്ചിട്ട് വരട്ടെ കേട്ടോ. ദിയക്കുട്ടിയെ വിളിക്കാൻ പോവാണ്, ചേച്ചിയെ വിളിക്കാൻ പോവാണ്. അല്ലേ ദിയാൻകുട്ട? ദിയാൻകുട്ട നേരെ നോക്കിയ ദിയാൻകുട്ട. എൻ്റെ പേര് ദിയാനെന്നാണ് കേട്ടോ. ദിയക്കുട്ടി ബന്ധം വരുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട്. ഖേദിച്ചു. ഞാൻ ഇവൻ കരഞ്ഞപ്പോഴേക്കും പെട്ടെന്ന് പോയി എടുത്തതാണ്. ദിയാൻകുട്ട നോക്കിയേ, മോൻ നോക്കിയേ, നേരെ നോക്കിയേ. നേരെ നോക്കടാ. ചെയ്യാൻകൂടെ നേരെ നോക്കടാ. നേരെ നോക്ക്. അവനേ കിളികളെയൊക്കെ കണ്ടിട്ട് ഇങ്ങനെ നിൽക്കുവാണ്. അതാണ്. അപ്പോൾ അതായത് ഈ വീട് കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ അപ്പുറം റോഡാണ് കേട്ടോ. അപ്പോൾ റോഡിൻ്റെ സൈഡിലാണ് ബസ് വരുന്നത്. ആ റോഡിൻ്റെ അവിടെയാണ് ബസ് വരുന്നത്. ആ റോഡിലാണ് ബസ് വരുന്നത് കേട്ടോ. ഇതാ അവിടെ വരുന്നുണ്ട്. രണ്ട് പേരുണ്ട്. ചേച്ചിയുടെ കുഞ്ഞുണ്ട്, ദിയയുണ്ട്, എൻ്റെ മോളും ഉണ്ട്. രണ്ടും കൂടി അവിടെ നിന്ന് ഭാഗം എടുക്കുന്നുണ്ട്. ദിയ വാ. ഇതാണ്ട് ഒറ്റയ്ക്കാണ്. സാധാരണ അച്ഛനാണ് അവളെ കൂട്ടിക്കൊണ്ടുവരാറ്. ഇന്ന് എന്ത് ഗുഡ് മോർണിംഗ് മാമോ? ചിലപ്പോൾ സ്കൂളുണ്ടോ? ഇനിയിപ്പോൾ സ്കൂളുണ്ടോ? ആര് പറഞ്ഞേ? ഇങ്ങോട്ട് നോക്കിയൊന്ന് ചിരിച്ചേ. ആണാ? നിന്റെ മുടിയൊക്കെ അഴിച്ചതാരാ? നീ എന്തിനാ മുടി അഴിച്ചേ? അറിയാതെ അഴിച്ചതാ? ദിയക്കുട്ടി തോണ്ട വാട്ടർ ബോട്ടിൽ താഴെ ഇട്ടു, എല്ലാം താഴെ ഇട്ടു. ദിയക്കുട്ടി ലാൻഡ് ചെയ്തിട്ടുണ്ട്. ദിയക്കുട്ടി ഹലോ ഗൈസ് എന്ന് പറഞ്ഞേ. ഒച്ചത്തിൽ പറ, ഹലോ ഗൈസ് പറ. അയ്യോ, പതിയെ പറ, ഹലോ ഗൈസ് പറ. പതിയല്ല, മുറുകെ പറ, ഹലോ ഗൈസ്. സുഖാണോ ചോദിക്കേ? പൊട്ടല്ല, സുഖാണോ ചോദിച്ചേ? വാട്ടർ ബോട്ടിൽ താഴെ ഇട്ടു, താഴെ ഇട്ടു. ട്യൂഷനില്ല? നന്നായി. അപ്പം ഇന്ന് ട്യൂഷനില്ല. ദിയക്കുട്ടി രക്ഷപ്പെട്ടു. മോളെ അത് ചേച്ചിയുടെ കുട്ടിയാണ് കേട്ടോ. അപ്പുറത്താണ് അവൻ താമസിക്കുന്നത്. അപ്പോൾ അവൻ 1ാം ക്ലാസ്സിലാണ്. ദിയ എന്താണ്? ദിയ എത്രാം ക്ലാസ്സിലാണ്? ദിയ എത്രയിൽ? LKG. ദർശു ഹലോ ഗൈസ് പറഞ്ഞേ. സുഖാണോ? അല്ല, നിങ്ങൾക്ക് സുഖാണോ ചോദിക്കൂ. സുഖാണോ? നീ എന്ത് തപ്പി വന്നത് ഇവിടെ?
ബോൾ എങ്ങനെ പോയി? കുളത്തിൽ പോയോ? എങ്ങനെ ബോൾ കുളത്തിൽ പോയത്? അയ്യോ, ഇനിയിപ്പോൾ എന്താ ചെയ്യുക? ഷോ, കുളത്തിൽ ബോൾ പോയി ഗൈസ്. ഇവർ രണ്ടുപേരും കൂടി ഒരു ദിവസം കളിച്ചതായിരുന്നു. പുതിയ ബോളായിരുന്നല്ലോ ദർശുവിൻ്റെ. ആ, എന്താ ചെയ്യുക ഇനി? അതാരാ? എന്റെ കൂട്ടുകാരൻ മക്കള്. ഓ, ദേ ഇങ്ങോട്ട് വാ, ഇന്ന് യൂണിഫോം ഒക്കെ മാറാം. വാ, ഫുഡൊക്കെ കഴിക്കാൻ യൂണിഫോം ഒക്കെ മാറണം. ഓടി വാ, ഇങ്ങോട്ട് വരാന്. ദേ വാട്ടർ ബോട്ടിൽ അവിടെ ഇട്ട് ഓടി വാ, ഇങ്ങോട്ട് വാ. ദിയ, അവള് കളിക്കാനായിട്ട് ഓടി കേട്ടോ. ഇതാ ഞങ്ങളുടെ പട്ടി ബോൾട്ടൻ അല്ലേ? ബോൾട്ടാ, എടാ ബോൾട്ടാ. ചൊറിഞ്ഞോണ്ടിരിക്കണം ഞങ്ങളുടെ. ഹലോ ഗൈസ് പറഞ്ഞേ. ഹലോ ഗൈസ്, ഹലോ ഗൈസ്. അമ്മയുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറ. എൻ്റെ അമ്മയുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. എൻ്റെ അമ്മയുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറ. ചുമ വന്നു കേട്ടോ, എൻ്റെ കൊച്ചിന് ചുമ വന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ ഗൈസ്. ഇവനെയും വെച്ചോണ്ട് ഇനി വീഡിയോ എടുക്കലും നടക്കില്ല. ദിയക്കുട്ടിയെ ഇനി യൂണിഫോമൊക്കെ മാറ്റി അവൾക്ക് ഫുഡൊക്കെ കൊടുത്ത് റെഡിയാക്കണം. എന്നിട്ട് വേണം കളിക്കാൻ വിടാൻ. ഇപ്പോൾ യൂണിഫോം ഇട്ടുകൊണ്ട് തന്നെ ഓടിയിട്ടുണ്ട്. അവൾ അങ്ങനെയാണ്, യൂണിഫോം ഇട്ടുകൊണ്ട് അപ്പോൾ ഓടും. അപ്പോൾ ഇവളുടെ പുറകെ നടക്കൽ എൻ്റെ പരിപാടി. വിളിച്ചാൽ വരത്തില്ല, അതൊന്നാമത്തെ കാര്യം. നിങ്ങളുടെ വീട്ടിലും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കുമല്ലോ ഇത്രയുള്ള കുട്ടികൾ. ഞാൻ കൂട്ടാ. അപ്പോൾ ടാറ്റ പറ. അപ്പോൾ എല്ലാവർക്കും ടാറ്റ. അപ്പോൾ എൻ്റെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. കമൻസ് ഉണ്ടാവണം കേട്ടോ, ചുമ്മാ കണ്ടാൽ പോരാ. കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. എൻ്റെ ചാനലൊന്ന് സെറ്റാക്കി തരണം കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ ഗായ്സ്. ടാറ്റ, ബൈ ബൈ, ലവ് യു ഓൾ.